ഹായ് ഫ്രണ്ട്സ് ഇട്ടിട്ട് പോവാം CO സെക്കോ അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ജേഹബ് പറഞ്ഞ ഇഷ്ടമാണ്. ജേഹബ് പാടാൻ ഹീറോ ഒരു കമ്പനി CEO അങ്ങനെ ഹീറോയ്ക്ക് ജേഹബ് ഇഷ്ടമാണ്. അപ്പോൾ ഗേൾസ്ക്ക് ജേഹബ് പറഞ്ഞ ഇഷ്ടമാണ്. അതുകൊണ്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. വഴക്ക് പറയാൻ തുടങ്ങിയായിരുന്നു ഹീറോയി. എന്താടാ നീ പറഞ്ഞത്, ജോലി കഴിഞ്ഞോ? ഇല്ല മാം. അങ്ങനെ പൂജ പറയാൻ തുടങ്ങിയായിരുന്നു. എന്താടാ ജോലി കഴിഞ്ഞിട്ടില്ല? ഹീറോയുടെ പേര് പൂജയാണ്. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ അച്ഛനൊരു ടോർച്ചറാ, ഈ ഓഫീസ് പറഞ്ഞ് നോക്കാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ ഹീറോയിനോട് പറയും, പൂജ നീ എപ്പം മാരേജ് കഴിക്കുമോ? ഡാഡ് എനിക്ക് ബിസിനസ് ട്രിപ്പ് ഉണ്ട് ഡാഡ്, അപ്പോൾ അതൊന്ന് നോക്കിക്കോളാം അങ്ങനെ പൂജ പറഞ്ഞിരുന്നു. ശരി പൂജ, എനിക്ക് പിടിച്ചാൽ മതി ചെക്കൻ, ഇല്ല നീ എന്നെ കണ്ടുപിടിക്കണം, ഇല്ല ഞാൻ എത്തിയിടാം എന്ന് പറഞ്ഞു. ശരി ഡാഡ്. അങ്ങനെ ബിസിനസ് ട്രിപ്പ് കൂടെ ഹീറോയിൻ്റെ ഫ്രണ്ടും കൂടെ പോയിരുന്നു. കൊറിയൊക്കെ ആണ് ബിസിനസ് ട്രിപ്പ്. അങ്ങനെയായിട്ട് കൊറിയയിൽ പറഞ്ഞ അതെ കമ്പനി CEO മാത്രമല്ല, ഹീറോയി ഒരു ആഡ് പറഞ്ഞ ഒരു കമ്പനി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പ്ലേസിലാണ് ഷൂട്ടിങ് ഡ്രാമ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊണ്ട് ഹീറോയി ശരി ഓക്കെ എന്ന് ഹീറോയി അവിടെ നിന്ന് പോയി. അങ്ങനെ കൊറിയയിലെ ഒരു ഷൂട്ടിംഗ് എല്ലാം ചെയ്തായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി, ശരി ഓക്കെ ഇവിടെ പ്ലേസ് എല്ലാം നോക്കാം, നല്ല പ്ലേസ് എല്ലാം ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലോട്ട് കേട്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ മൂവി ആക്ടിങ് ഡാൻസ് ആണ് അവിടെ, പാട്ട് ഡാൻസ്, അങ്ങനെ ഡാൻസ് കളിച്ചായിരുന്നു. ജേഹബ് വന്നായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത് ജേഹബ് നോക്കിയായിരുന്നു. അങ്ങനെ രണ്ടുപേരും കപ്പിൾസ് ഡാൻസ് കളിക്കുന്നത്. എന്താ കപ്പിൾസ് ആണോ? അങ്ങനെ ഷൂട്ടിംഗ് ആണോ? ജേഹബ് നോക്കായിരുന്നു. ഹീറോയി പറയുന്നു ശരി ഓക്കെ ഡാൻസ് സൂപ്പറായിട്ടുണ്ടോ, നന്നായിട്ടുണ്ടോ, ഓക്കെ മാം. അങ്ങനെയായിട്ട് അവർ ഷൂട്ടിംഗ് എല്ലാം ചെയ്തായിരുന്നു. ഹീറോയി അവിടെ നിന്നത് അങ്ങനെയായിട്ട് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും പോയായിരുന്നു. ജേഹബ് നോക്കാം ഹീറോയി ശരി ഓക്കെ നിങ്ങളെല്ലാം പോയിക്കോ, കറങ്ങിക്കോ. രണ്ട് ഗേർഡ് ഉണ്ടായിരുന്നു. ഒന്നവർ കൂടെ ജേഹബ് ശ്രദ്ധിക്കുമായിരുന്നു ഹീറോയിനെ. ഹീറോയി അവിടെ നിന്ന് നടന്ന് പോയിട്ട് ഇങ്ങനെയായിട്ട് എൻ്റെ കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ, അങ്ങനെ കഫേക്ക് വന്നായിരുന്നു. ജേഹബ് വന്നായിരുന്നു. ജേഹബ് ഹീറോയിനെ നോക്കുമായിരുന്നു. ജേഹബ് ഹീറോയിൻ വല്ല കണ്ണായിരുന്നു. ജേഹബ് ശ്രദ്ധിക്കായിരുന്നു. അതൊരു കോഫി കഫേയാണ്. അതുകൊണ്ട് ജേഹബ് അകത്ത് വന്നു ഹീറോയിനെ നോക്കുമായിരുന്നു. ഹീറോയിൻ വഴക്ക് വരാൻ തുടങ്ങി. എന്താടാ ഒരു നല്ല പ്ലേസ് വേണമായിരുന്നു അവിടെ, അവനിങ്ങനെ പറയുമായിരുന്നു. ശരി ഓക്കെ അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു മാം, ശരി ഓക്കെ എന്ന്. എന്നിട്ട് ഞാൻ ഫോൺ വന്നായിരുന്നു. അവനവിടെ നിന്ന് പോയി. ഓ മാം ഒരു ഫോൺ വരാം, ശരി പോയി സംസാരിച്ചോ. അങ്ങനെ ഗോളുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് 3 പേർക്ക് കോളുണ്ടായിരുന്നു. അവിടെ 3 പേരെടുത്ത് പോയി. ഹീറോ തന്നെയുണ്ടായിരുന്നു. ജേഹബ് ഇതേ സാൻസ് എന്ന് ജേഹബ് ഹീറോയിൻ്റെ അടുത്താണ്. ഹലോ ഹായ് എന്ന് പറഞ്ഞു. ഹായ് നിങ്ങളാരാ എന്ന് കേട്ടായിരുന്നു. ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു ഇവന് കൊറിയൻ പോയത്. ഹലോ നിങ്ങളാരാന്ന്. ഇല്ല ഇതെന്താ നടക്കുന്നത്, നിങ്ങൾ ഷൂട്ടിങ് ഡ്രസ് ചെയ്തായിരുന്നു. അതെ ഷൂട്ട് ഡയറക്ടർ ഇത് CEO ആണ്. ഷൂട്ടിങ് നിങ്ങൾ വന്നതാണ് പ്ലേസ് നോക്കാനായിട്ട്. നല്ല പ്ലേസ് മാം എനിക്ക് കുറച്ച് പ്ലേസ് അറിയാം എന്ന് ജേഹബ് പറഞ്ഞു. എന്താ നിനക്കറിയാം പ്ലേസ്? യെസ് മാം എനിക്ക് നന്നായിട്ട് അറിയുമെന്ന് ജേഹബ് പറഞ്ഞു. ശരി ഓക്കെ എന്ന് ഹീറോയി പറഞ്ഞായിരുന്നു. അങ്ങനെ ജേഹബ് പ്ലേസ് പറഞ്ഞു. മാം മാമിൻ്റെ ഫോൺ നമ്പർ തരാൻ പറ്റുമോ? ജേഹബ് കേട്ടു. ശരി ഓക്കെ എന്ന് പറഞ്ഞ ഹീറോയി ഇത് നമ്പറാണ് അത് ഹീറോയി കൊടുത്തു. ജേഹബ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജേഹബ് കണ്ടിട്ട് ഹീറോയ്ക്ക് എന്താ നമ്പിക്കാന്ന് അറിയില്ല. ജേഹബ് ഫോൺ നമ്പർ കൊടുത്തു. ഹീറോയിനെ അറിയാതെ കൊടുത്തതായിരുന്നു ഹീറോയി. ശരി ഓക്കെ ഞാൻ ജേഹബ് ഓടുന്ന ഡാൻസ് മാം എന്ന് പറഞ്ഞ് അവിടെ ചിരിച്ചിട്ട് പോയ ജേഹബ് ഹീറോയിനെ കണ്ട ഇഷ്ടപ്പെട്ടായിരുന്നു. ഒറ്റയടിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. ജേഹബ് പോയിട്ട് വീട്ടിലിരുന്ന് സ്മൈൽ ചെയ്താൽ മതി. ആളെ വന്നത് എന്ത് പറ്റിടാ നടന്ന കാര്യം പറഞ്ഞു. എന്താടാ സീക്രട്ട് നമ്പർ കൊടുത്തു? എല്ലാ അവളെ കണ്ട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ് കൊടുത്തത്. നാളെ മീറ്റ് ചെയ്യാൻ പോവാം എന്നാൽ ജേഹബ് നല്ല സ്റ്റൈലായിട്ട് അവിടെ നിന്ന് പോയായിരുന്നു. ഹീറോയി ഒരു ഡ്രസ്സ് ഇട്ടായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. അതെ ഇതിൻ്റെ അവിടെ നിന്നിട്ട് ഷൂട്ടിങ് പോസ്റ്റിങ്ങിന് കൊടുത്തിട്ട് പാട്ട് പാട് ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി ഈ സ്റ്റെപ്പ്. അങ്ങനെ എൻ്റെ കൂടെ ആരെ ഡാൻസ് കളിക്കാൻ വരാം എന്ന് വെച്ച് കേട്ടായിരുന്നു ഹീറോയി. ജേഹബ് അവിടെ ഉണ്ടായിരുന്നു. ജേഹബിനെ വിളിച്ചായിരുന്നു, നീ വാടാ ഡാൻസ് കളിക്കാമെന്ന്. അങ്ങനെ ജേഹബ് ഹീറോയിനെല്ലാം ക്ലോസ് ആയിട്ട് റൊമാൻറ്റിക് ഡാൻസ് കളിച്ചു. അത് ജേഹബ് മൊത്തം ഫ്ലാറ്റ്, അതുകൊണ്ട് ഹീറോയി നല്ല ഫ്ലാറ്റായി പോയി. ഹീറോയ്ക്ക് അതും അറിയില്ലായിരുന്നു. ഹീറോയി ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി ഡാൻസ് എല്ലാം കളിച്ചായിരുന്നു.
അങ്ങനെയായിട്ട് ജയഹു ഇപ്പോൾ അവിടെ ഹീറോയികളെ സംസാരിച്ചിട്ട് ഫ്രണ്ട് അതല്ല സെക്യൂരിറ്റി ഒന്നുണ്ടായിരുന്നു. അവൾ പറയാതെ മാം അങ്ങനെയായിട്ട് അതേ ഹീറോ എന്താ മാഡം ടീച്ചേഴ്സിന് കോസ്റ്റ് ഇവിടെ ഇതുണ്ട് പറഞ്ഞു തരുന്നു. ഓ അങ്ങനെയായിട്ട് ഹീറോയി വന്നായിരുന്നു. അങ്ങനെ അവർക്കൊരു ഗിഫ്റ്റ് ഓൾറെഡി മേങ്ങിയായിരുന്നു ഹീറോയി. അങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഗിഫ്റ്റ് എടുത്തുകൊണ്ട് പോയിരുന്നു. അതെ ഗിഫ്റ്റിൽ അവിടെ പാട്ട് ഡാൻസ് എല്ലാം കണ്ടായിരുന്നു. പിന്നെ അവർക്കും പോയായിരുന്നു ഹീറോയി. അങ്ങനെയായിട്ട് ഹീറോയി പറഞ്ഞ ഇത് ഈ പ്രൈസ് ഫസ്റ്റ് ആറാമുണ്ടായിരുന്നു. ആറാമും കൂടെ സംസാരിച്ച് ഹലോ ആറാം ഹായ് ഇങ്ങനെ ആറാമക്കൊരു ഗിഫ്റ്റ് ഡാൻസിന് ആറാം സ്മൈൽ ചെയ്ത് ഹീറോയിനോട് സംസാരിച്ചു. ജിൻ ഹലോ ഹായ് ഇങ്ങനെ ജിൻ ഹലോ ഇങ്ങനെ ഒരു ഹീറോയി ചേച്ചി സംസാരിച്ചു. ഷുഗർ കൂടെ സംസാരിച്ച് കഴിഞ്ഞു. ഷുഗർ കഴിഞ്ഞ് ജയഹപ്പ് നോക്കിയായിരുന്നു. ജയഹപ്പ് ഓൾറെഡി ഹീറോയിനെ നോക്കി ചിരിച്ചായിരുന്നു. അങ്ങനെ ഹീറോയിനെ ഒരുപാട് നോക്കായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഹായ് ഹലോ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവിടുന്ന് പോയായിരുന്നു. ജയഹപ്പ് ഹീറോയിനെ കണ്ട് സ്മരിച്ചതായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഫ്രണ്ട് ഉണ്ടായിരുന്ന ഹീറോയിൻ്റെ അവിടെ ഫ്രണ്ടിനോട് പറഞ്ഞായിരുന്നു. ഫ്രണ്ട് പറയായിരുന്നു അതെ ഹീറോയിൻ്റെ സെക്രട്ടറിയാണ് ഹീറോയിൻ്റെ ഫ്രണ്ട്. എന്ത് മനസ്സിലാവുന്നില്ലടി ദിയ എന്താ ഇത് പൂജ ഇല്ലടി ജയഹൂപ്പ് പറയായിരുന്നു. അതെ എൻ്റെ അഡ്രസ്സ് എങ്ങനെ അറിയൂ? അതെ അവിടെ നന്നായിട്ട് വ്യൂ ഉണ്ട് പറഞ്ഞിരുന്നു. അതെ എനിക്കൊരു കൺഫ്യൂസ്ഡി. ഒരു വേള അവൻ വന്ന് നോക്കായിരുന്നു. എങ്ങനെ ഇരിക്കാൻ പറ്റും? അവനൊരു ഐഡലാണടി. എങ്ങനെ വെളിയിൽ വരാൻ പറ്റൂ? അതും ശരിയാ എന്നെ ഹീറോയി പറഞ്ഞായിരുന്നു. ആറാമൊക്കെ തുടങ്ങി. എന്താണ് നീ പറഞ്ഞത്? ആറാമനോട് ജയഹൂപ്പ് കാതിലൊരു പറഞ്ഞു. ആറാമൻ പറയുന്നത് ഷോക്കായി. അതാണോടാ? അതെടാ എന്ന് പറഞ്ഞു. ജങ്കുക്ക് പറയുന്നത് എനിക്ക് അവൾ ഇഷ്ടപ്പെട്ടു എന്ന്. അതൊരു ജഹു പറയുന്നത് എന്ന് ജഹു മോർക്കായിരുന്നു. അപ്പം ജിമ്മിന് കാതൽ വെച്ച് പറഞ്ഞു ജങ്കുക്ക് എന്ത് അങ്ങനെയാണോ? സോറി ജഹു മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കുറച്ചായിരുന്നു ജഹൂപ്പ്. അതുകൊണ്ട് ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ജഹൂപ്പ് ഒരു പ്ലാൻ ചെയ്തായിരുന്നു. ശരി ഓക്കെ ബ്ലീച്ച് പ്ലാൻ ഹീറോയോട് ഇരുന്നിട്ട് ഫ്രണ്ട്സ് കൂടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പം ജയഹൂപ്പ് വന്ന് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഒരു ഫോൺ വന്നു. നീ ഇവിടേക്ക് വന്ന് അവിടെ ആരുമില്ലായിരുന്നു. അവിടെ അങ്ങനെയായിട്ട് ഒരാൾ വിട്ടകത്ത്. അങ്ങനെ ഹീറോയിൻ നോക്കുമ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതൊരു ഹോട്ടലായിരുന്നു.